ഇറാൻ US സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ച് ആഗോള രാഷ്ട്രങ്ങൾക്കിടയിൽ വിലസി നടക്കാമെന്ന പാകിസ്ഥാന്റെ വ്യാമോഹത്തിന് പിടിവീണതോടെ നാണം കെട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. നയതന്ത്രങ്ങളെല്ലാം പാളിയതോടെ ഷെരീഫിനെതിരെയും മുനീറിനെതിരെയും കളിയാക്കലുകളും വർദ്ധിച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ മധ്യസ്ഥതയിൽ ഇസ്ലാമാബാദിൽ നടന്ന US ഇറാൻ നിർണായകമായ ഉഭയകക്ഷി ചർച്ചകൾ പരാജയപ്പെട്ടതായി അമേരിക്കയും ഇറാനും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. പാകിസ്ഥാന്റെ മധ്യസ്ഥ ശ്രമം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അയവ് വരുത്തുന്നതിൽ ഫലിച്ചില്ല. ചർച്ച പരാജയപ്പെട്ടതായി ഇരു രാജ്യങ്ങളും അറിയിച്ചതോടെ ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ വൻ നാണക്കേടാണ് പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്നത്. പാക് സൈനിക മേധാവി അസിം മുനീർ ആയിരുന്നു ചർച്ചകൾക്ക് മേൽനോട്ടം വഹിച്ചിരുന്നത്. എന്നാൽ ഇരു രാജ്യങ്ങളെയും തമ്മിൽ ധാരണയിലെത്തിക്കാൻ മുനീറിന്റെ നേതൃത്വത്തിന് കഴിഞ്ഞില്ല. ഏകദേശം 21 മണിക്കൂർ സമയമാണ് ചർച്ചകൾ നീണ്ടുനിന്നത്. 1979 ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന ഏറ്റവും ഉയർന്ന തലത്തിലുള്ള നേരിട്ടുള്ള ചർച്ചയായിരുന്നു ഇത്. ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ ഇറാൻ വിദേശകാര്യ മന്ത്രാലയം കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. നയതന്ത്രം എന്നത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിശുദ്ധ യുദ്ധമാണെന്നും രാജ്യത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും ഇറാൻ വക്താവ് ഇസ്മായിൽ ബഖൈ വ്യക്തമാക്കി. അമേരിക്ക മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അപ്രായോഗികവും അന്യായവുമാണെന്നും ഇറാൻ പ്രതികരിച്ചു. അതേസമയം ആണവായുധ വിഷയത്തിൽ ഇറാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തതാണ് തിരിച്ചടിയായതെന്നാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് വ്യക്തമാക്കിയത്. ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്നോ അതിനായുള്ള സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കില്ലെന്നോ ഉള്ള ഉറച്ച രേഖാമൂലമുള്ള ഉറപ്പ് അമേരിക്ക ആവശ്യപ്പെട്ടു. ചർച്ചകൾ തങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായെങ്കിലും ഇറാൻ തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിച്ചില്ല. ഇതൊരു മോശം വാർത്തയാണ്. പക്ഷേ അമേരിക്കയേക്കാൾ ഇറാന്റെ ഭാവിക്ക് തന്നെയാണ് ഇത് തിരിച്ചടിയാവുക എന്നും JD വാൻസ് വ്യക്തമാക്കി. അതേസമയം തീവ്രവാദത്തെ ശക്തമായി പിന്തുണയ്ക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ എന്നും ഇസ്ലാമാബാദിൽ വെച്ച് നടക്കുന്ന ഇറാൻ അമേരിക്ക ചർച്ചകൾക്ക് മുന്നോടിയായി പാകിസ്ഥാനെതിരെ വിമർശനാത്മക പരാമർശവുമായി ഇസ്രായേൽ രംഗത്തെത്തിയിരുന്നു. മാത്രമല്ല, ഇസ്രായേലിനെ തിന്മയും മനുഷ്യരാശിയുടെ ശാപവുമെന്ന് വിശേഷിപ്പിച്ച പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ പ്രസ്താവന അംഗീകരിക്കാനാവില്ലെന്ന് ഇസ്രായേലിന്റെ മുൻ വക്താവ് എയ്രോൺ ലെവി പറഞ്ഞു. പാകിസ്ഥാൻ തീവ്രവാദത്തെ വ്യവസ്ഥാപിതമായി പിന്തുണയ്ക്കുന്ന ഒരു ആക്രമണാത്മക രാഷ്ട്രമാണെന്നാണ് ലെവി പറഞ്ഞത്. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവന അതിരുകടന്നതും പൂർണ്ണമായും അസ്വീകാര്യവുമാണ്. ഒരു ആണവായുധ രാഷ്ട്രം നമ്മുടെ രാജ്യത്തെ ഉന്മൂലനം ചെയ്യാനുള്ള ആഹ്വാനമായി ഇസ്രായേൽ അതിനെ ശരിയായി വ്യാഖ്യാനിക്കുന്നു. ഇത് ഇസ്രായേൽ മിക്ക ഇന്ത്യക്കാർക്കും അറിയാവുന്ന കാര്യമാണെന്നും ഓർമ്മിപ്പിച്ചു. അതായത് പാകിസ്ഥാൻ ഒരു നല്ല വിശ്വാസമുള്ള കക്ഷിയല്ല. അത് ഭീകരതയെ വ്യവസ്ഥാപിതമായി പിന്തുണയ്ക്കുന്ന ഒരു ആക്രമണാത്മക രാഷ്ട്രമാണ്. ഇസ്രായേലിനും ഇന്ത്യക്കും ഒരുപോലെ ഭീഷണിയാകുന്ന ഒരു തീവ്ര ഇസ്ലാമിക് അച്ചുതണ്ട് കെട്ടിപ്പടുക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുകയാണെന്നും ലെവി പറഞ്ഞു. ഇറാനുമായുള്ള ഈ ചർച്ചകളിൽ അവർ ഒരു നല്ല വിശ്വാസമുള്ള മധ്യസ്ഥനല്ല എന്നും പറഞ്ഞിരുന്നു. ഇസ്രായേലിനെയും ഇന്ത്യയെയും ഒരുപോലെ ഭീഷണിപ്പെടുത്തുന്ന ഒരു തീവ്ര ഇസ്ലാമിക് അച്ചുതണ്ട് കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന ഇറാന്റെ ഒരു സഖ്യകക്ഷിയാണിത്. ഇറാനുമായുള്ള ചർച്ചകളുടെ മധ്യസ്ഥതയിൽ നിന്നും അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാന് ലഭിക്കുന്ന വർദ്ധിച്ചു വരുന്ന പങ്കിനെ കുറിച്ച് ഇന്ത്യക്കാർക്ക് വളരെയധികം ആശങ്കയുണ്ടെന്നും അദ്ദേഹം കരുതുന്നുവെന്നും വ്യക്തമാക്കി. ആഗോള ശക്തി ദല്ലാൾ എന്ന നിലയിൽ പാകിസ്ഥാൻ ഇന്ത്യയുടെ സുരക്ഷാ ആശങ്കകളെ തള്ളിക്കളയുന്ന അപകടകരമായ ഒരു മാതൃക സൃഷ്ടിക്കുന്നുവെന്നും പറഞ്ഞു. പാകിസ്ഥാനെ ആഗോള ശക്തി ദല്ലാളും സമാധാന നിർമ്മാതാവുമായി മാറ്റുന്ന വളരെ അപകടകരമായ ഒരു കീഴ്വഴക്കം ഇത് സൃഷ്ടിക്കുന്നു. ഇത് രാജ്യങ്ങളെ പാകിസ്ഥാന് പിന്തുണ നൽകാനും ഇന്ത്യയുടെ സ്വന്തം സുരക്ഷാ ആശങ്കകളെ തള്ളിക്കളയാനും ഇടയാക്കും. ഇപ്പോൾ മുഖംമൂടി അഴിച്ചു മാറ്റിയിരിക്കുന്നു. ആണവായുധങ്ങളുള്ള ഒരു രാജ്യമാണിത്. ഇസ്രായേലിന്റെ നാശത്തിന് പരസ്യമായി ആഹ്വാനം ചെയ്യുന്ന ഈ രാജ്യം തീർച്ചയായും മുൻകാലങ്ങളിൽ ഇന്ത്യയെ തീവ്രവാദത്തിനും ആക്രമണത്തിനും വളരെയധികം പിന്തുണ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.